അതെ, നമുക്കിത് നല്ല പ്രീമിയം ആയിട്ട് ഒരു തക്കാളി റോസ്റ്റ് ഉണ്ടാക്കാവേ. ചിക്കനോ ബീഫോ അങ്ങനെ ഏത് കറിയുടെ വേണേലും ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരടിപൊളി തക്കാളി റോസ്റ്റ്. ഒരു പാനിൽ കടുക് പൊട്ടിച്ച് 2-3 പച്ചമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് വഴറ്റാവേ. എന്നിട്ടൊരു 3 വലിയ സവോള അരിഞ്ഞതും ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. സവോള നമ്മൾ ഉദ്ദേശിച്ചത്രയും വെന്ത് കഴിയുമ്പോൾ മാത്രം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി എടുത്ത് നന്നായിട്ട് വഴറ്റാവേ. തക്കാളി ഇടുമ്പോൾ ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് മൂടി വെച്ച് അത് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് വഴറ്റിയിട്ട് അതിനകത്തോട്ട് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഒരു 2 സ്പൂൺ ചിക്കൻ മസാല, അത് വേണമെങ്കിൽ ബീഫ് വേണമെങ്കിൽ ബീഫ് ഇടാവേ, അതും ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റാം. ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി വരുവേ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ വഴറ്റിയെടുക്കാവേ. എന്നിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് തിളയ്ക്കുന്നതിന് മുമ്പ് വാങ്ങി വെക്കാം.